നമസ്കാരം. ഗായത്രി മന്ത്രം ഭാരതീയ ആത്മീയ പാരമ്പര്യത്തിലെ ഏറ്റവും വിശുദ്ധവും പ്രാചീനവുമായ മന്ത്രങ്ങളിലൊന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഋഗ്വേദത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ മന്ത്രം ഇന്നും അനേകം വീടുകളിൽ ദിനചര്യയുടെ ഭാഗമാണ്. മനുഷ്യന്റെ ബുദ്ധി തെളിയട്ടെ, ചിന്തകൾ ശുദ്ധമാകട്ടെ, ജീവിതം സത്യത്തിന്റെ വഴിയിൽ സഞ്ചരിക്കട്ടെ എന്ന ആഴമുള്ള പ്രാർത്ഥനയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗായത്രി മന്ത്രത്തെ മന്ത്രങ്ങളുടെ മാതാവെന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഓം ഫുർഫുവസ്വ തത് സവിതുർവരേണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാത് എന്നതാണ് മന്ത്രത്തിന്റെ പൂർണ്ണരൂപം. ഇതിന്റെ ലളിതമായ അർത്ഥം സൃഷ്ടിയുടെ ദിവ്യപ്രകാശത്തെ ധ്യാനിക്കുന്നു, ആ ദൈവിക ശക്തി നമ്മുടെ ബുദ്ധിയെ ശരിയായ വഴിയിലേക്ക് നയിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. ധനം, ഐശ്വര്യം, അധികാരം എന്നിവയ്ക്കല്ല, മറിച്ച് നല്ല ബുദ്ധിക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. അതാണ് ഈ മന്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന പ്രധാന ഗുണം സമാധാനമാണ്. ഇന്നത്തെ ജീവിതത്തിൽ ഓരോരുത്തരും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ്. ജോലി, തിരക്ക്, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ആശങ്കകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയെല്ലാം മനസ്സിനെ അലട്ടുന്നു. ഈ അവസരത്തിൽ കുറച്ചു സമയം ശാന്തമായിരുന്ന് ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ ശ്വാസം ക്രമത്തിലാകുന്നു, ചിന്തകൾ പതുക്കെ ശാന്തമാകുന്നു, മനസ്സ് ഒരിടത്ത് നിൽക്കാൻ തുടങ്ങുന്നു. ഇതിലൂടെ ആശങ്കയും ഭയവും കുറയ്ക്കാൻ സഹായകമാകുന്നു. ഈ മന്ത്രം ബുദ്ധി ഉണർത്തുന്ന പ്രാർത്ഥനയായതിനാൽ വിദ്യാർത്ഥികൾക്കും ഏറെ ഗുണകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏകാഗ്രത വർദ്ധിക്കാൻ, ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് സഹായകമാകും. കുട്ടികളെ ചെറുപ്പം മുതൽ ഗായത്രി മന്ത്രം പഠിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. ദിവസവും ജപിക്കുന്നത് അവരുടെ ചിന്താശേഷി വളർത്താൻ സഹായിക്കുമെന്നാണ് പല മാതാപിതാക്കളുടെ അനുഭവം. ശാരീരികമായും ചില ഗുണങ്ങൾ ലഭിക്കാമെന്ന് വിശ്വാസമുണ്ട്. മന്ത്രജപം ഒരു തരത്തിലുള്ള ധ്യാനമാണ്. ജപിക്കുമ്പോൾ ശ്വാസോച്ഛ്വാസം പതുക്കെയാവും. ഇതിലൂടെ ശ്വാസത്തിലെ നാഡീവ്യൂഹം ശാന്തമാകുന്നു. ഹൃദയമിടിപ്പ് ക്രമത്തിലാകാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് സഹായിക്കുമെന്നാണ് ചിലർ പറയുന്നത്. ഉറക്കക്കുറവ് അനുഭവിക്കുന്നവർക്ക് രാത്രി സമയത്ത് ശാന്തമായി മന്ത്രം ജപിക്കുന്നത് ആശ്വാസം നൽകുന്നുവെന്ന അനുഭവമുണ്ട്. ശാസ്ത്രീയമായി എല്ലാ ഗുണങ്ങളും തെളിയിച്ചിട്ടില്ല എങ്കിലും ധ്യാനവും ശ്വാസനിയന്ത്രണവും ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഗായത്രി മന്ത്രം ആത്മീയ വളർച്ചയ്ക്ക് വഴിതെളിക്കുന്ന ഒന്നാണ്. മനുഷ്യന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നല്ലതിനെ ഉണർത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. നിരന്തരം ജപിക്കുമ്പോൾ സ്വയം പരിശോധിക്കാനുള്ള മനോഭാവം വളരും. തെറ്റുകൾ തിരിച്ചറിയാനും ശരിയായ വഴിയിലേക്ക് തിരിയാനും സഹായം ലഭിക്കും. മനസ്സ് ശുദ്ധമാകുമ്പോൾ ജീവിതത്തിലും മാറ്റം കാണാം. അതുകൊണ്ട് തന്നെ ഗായത്രി മന്ത്രത്തെ ഉള്ളിലെ പ്രകാശം തെളിയിക്കുന്ന മന്ത്രമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ജപിക്കാൻ പ്രത്യേകമായി നിർബന്ധിതമായ വലിയ ആചാര ആവശ്യങ്ങളൊന്നും ഇതിനില്ല. പുലർച്ചെ സൂര്യോദയ സമയവും വൈകുന്നേരം സൂര്യാസ്തമന സമയവും ഏറ്റവും അനുയോജ്യമായ സമയങ്ങളായി കരുതപ്പെടുന്നു. ശാന്തമായ ഒരു സ്ഥലത്ത് നേരെ ഇരുന്ന് മനസ്സിനെ ഏകാഗ്രമായി ജപിക്കാം. 108 പ്രാവശ്യം ജപിക്കുന്നതാണ് ഉത്തമം. ഭക്തിയോടെയും ശ്രദ്ധയോടും കൂടി ജപിക്കണം എന്നതാണ് പ്രധാനം. ഇന്നത്തെ അതിവേഗ ജീവിതത്തിൽ മനുഷ്യൻ പുറത്തുള്ള ലോകത്തെ മാത്രം നോക്കുകയാണ്. മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയകളും നമ്മെ നിരന്തരം തിരക്കിലാക്കുന്നു. അത്തരത്തിൽ ദിവസത്തിൽ കുറച്ച് നിമിഷങ്ങൾ സ്വയം മാറ്റിവെക്കുന്നത് തന്നെ വലിയ ആത്മപരിശീലനമാണ്. ഗായത്രി മന്ത്രം അതിന് ഏറ്റവും ലളിതമായ ഒരു മാർഗവുമാണ്. മനസ്സിൽ ഇരുട്ട് നിറയുമ്പോൾ ചെറിയൊരു പ്രകാശം മതിയാകും. ആ പ്രകാശമായി പലർക്കും അനുഭവപ്പെടുന്നത് ഗായത്രി മന്ത്രമാണ്.